കുറേ വർഷങ്ങളായി, ഏതാണ്ട് ഒരു 11 വർഷമായി ഈ സംവിധായകൻ കത്തോലിക്ക സഭയെയും കത്തോലിക്ക വിശ്വാസത്തെയും കത്തോലിക്ക സഭയിലെ പുരോഹിതരെയും ഒക്കെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രമേയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പല സിനിമകളും നിർമ്മിക്കുകയും ഈ സിനിമകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെമ്പാടും ഉണ്ടായിട്ടുമുണ്ട്. ചില സിനിമകളൊക്കെ പുറത്തിറങ്ങാതെ വന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഇതൊരു പുതിയൊരു സിനിമ പുതിയതായിട്ട് ഇദ്ദേഹം തന്നെ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. ബോഗൻവില്ല എന്ന ഈ സിനിമ. ഒരു തരത്തിലും ഈ സിനിമ റിലീസ് ചെയ്യാൻ പാടില്ല. കാരണം അതിനകത്ത് ക്രൈസ്തവ വിശ്വാസത്തെ അപ്പാടെ അവഗണിക്കുന്ന തരത്തിലുള്ള ചില പ്രമേയങ്ങളും എല്ലാ ആവിഷ്കാരമാണ് അതിനകത്ത് നടത്തപ്പെടുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഈ സിനിമ ഇവിടെ റിലീസ് ചെയ്യപ്പെട്ടാൽ ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് അവരുടെ വിശ്വാസത്തെ ഓരോ തരത്തിൽ ഹനിക്കുന്ന ഒരു സിനിമയാണ്. ഒരു തരത്തിലും ഈ സിനിമ ഇവിടെ റിലീസ് ചെയ്യപ്പെടാൻ പാടില്ല. അങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ ക്രൈസ്തവ വിശ്വാസികളെ കത്തോലിക്ക സഭയിലെ ആളുകളെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു ചർച്ച നടത്തി ഈ സിനിമയ്ക്കെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിന് വെളിയിലും ഈ സമരം നടത്താൻ കത്തോലിക്ക കോൺഗ്രസ് തയ്യാറാക്കും. ഇവിടെ ഈ കാലഘട്ടത്തിനനുസരിച്ച് സിനിമ ചിത്രീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സഭയെയും വിശ്വാസത്തെയും ക്രിസ്തു വിശ്വാസത്തെയും അവഗണിക്കുന്ന ഒരു പ്രവണത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മറവിൽ ഈ സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നുണ്ട്. അത് പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്ന് നടക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ്റുകൾ ഇത് ശ്രദ്ധിക്കുകയും ഇത്തരം സിനിമകളെ നിരോധിക്കാൻ ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുകൾ തയ്യാറാകണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്.